മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് 50 വർഷങ്ങൾക്കിപ്പുറം ചന്ദ്രന്റെ ചാരത്തെത്തി മടങ്ങിയ ആർടെമിസ് 2 ദൗത്യം ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ പസഫിക് സമുദ്രത്തിലാണ് ഓറിയോൺ ക്യാപ്സ്യൂൾ പതിച്ചത്. വർഷത്തിന് ശേഷമാണ് മനുഷ്യർ ചന്ദ്രന്റെ മറുപുറം കണ്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, കാനഡയുടെ ജെറമി ഹാൻസൺ എന്നിവരടങ്ങുന്ന സംഘമാണ് ചരിത്രയാത്ര പൂർത്തിയാക്കിയത്. ഇന്റഗ്രിറ്റി എന്ന് പേരിട്ടിരിക്കുന്ന ഓറിയോൺ ക്യാപ്സൂൾ ഓട്ടോമാറ്റിക് പൈലറ്റിന്റെ സഹായത്തോടെയാണ് കടലിൽ ലാൻഡ് ചെയ്തത്. സ്പീഡ് ബോട്ടുകളിലായി US നാവികസേനയുടെ ഏകദേശം 40ഓളം ഡൈവർമാർ പേടകത്തിന് ചുറ്റുമെത്തി നീണ്ട ദൗത്യത്തിനൊടുവിലാണ് 4 യാത്രികരെയും സുരക്ഷിതമായി പുറത്തേക്കിറക്കിയത്. Splashdown confirmed. Copy splashdown. Waiting on VLDR. Splashdown confirmed at 7:07 p.m. Central Time, 5:07 p.m. Pacific Time. From the pages of Jules Verne to a modern-day mission to the moon. And as there are mission audio loops in Mission Control in Houston, there is a mission audio loop here on the ship. And it was just reported out that the side hatch is open. Side hatch of integrity is open. നിലവിൽ സഞ്ചാരികളെ പ്രത്യേക സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ലോകം കാത്തിരിക്കുന്നത് ചരിത്രം കുറിച്ച് മടങ്ങിയെത്തിയവരുടെ വാക്കുകൾക്കായാണ്. ചന്ദ്രന്റെ ഇതുവരെ മനുഷ്യർ നേരിട്ട് കാണാത്ത വിദൂര വശങ്ങൾ കാണാനും ബഹിരാകാശത്തു നിന്നുള്ള പൂർണ്ണ സൂര്യഗ്രഹണം ദർശിക്കാനും ഈ സംഘത്തിന് കഴിഞ്ഞു. യാത്രക്കിടയിൽ ചന്ദ്രനിലെ 2 ഗർത്തങ്ങൾക്ക് തങ്ങളുടെ പേടകത്തിന്റെയും വൈസ്മാന്റെ ക്യാൻസർ ബാധിച്ച് അന്തരിച്ച ഭാര്യ കരോളിന്റെയും പേര് നൽകുകയായിരുന്നു. ആർടെമിസ് 2 വിജയിച്ചതോടെ ആർടെമിസ് 4 ദൗത്യത്തിൽ ചന്ദ്രനിൽ മനുഷ്യർ കാലുകുത്തുമെന്നാണ് നാസയുടെയും അമേരിക്കയുടെയും കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.